നമ്മുടെ പറമ്പിൽ മാത്രം പച്ച പിടിക്കാത്തൊരു സാധനമാണ് കേട്ടോ ഈ കാണുന്ന കറിവേപ്പില. എന്നാൽ നമ്മുടെ തൊട്ടടുത്ത പറമ്പിലെ ചേട്ടന് ഇഷ്ടം പോലെ കറിവേപ്പില തൈകളുണ്ട് കേട്ടോ. തൈ എന്ന് പറയാൻ പറ്റില്ല, മരമായും തയ്യായും കായായും പൂവായും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അവിടെ ചെന്നാണേ നമ്മൾ കറിവേപ്പില എടുക്കാറ്. എനിക്കാണ് ഏത് കറി വെച്ചാലും കറിവേപ്പില ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാറില്ലേ. അങ്ങനെ കറിവേപ്പില പ്രയാണത്തിന് ശേഷം നമ്മളിതാ വീട്ടിലെത്തിയിട്ടുണ്ട്. നല്ല നെയ്മത്തി കിട്ടിയിട്ടുണ്ട് കേട്ടോ. മത്തിക്ക് ഒട്ടുക്കത്ത വിലയാണെങ്കിലും ഒട്ടുക്കത്ത ടേസ്റ്റുമാണ് കേട്ടോ. ടേസ്റ്റിൻ്റെ പവർ കൊണ്ട് വിലയൊന്നും നോക്കാതെ എല്ലാ ദിവസവും തന്നെ മത്തിയാണ് കേട്ടോ ഇവിടെ വാങ്ങാറ്. എത്ര തിന്നാലും മടുക്കാത്തൊരു സാധനമാണല്ലേ ഈ മത്തി. എല്ലാവർക്കും അങ്ങനെയാണോ എന്നറിയില്ല, കമൻറ്റ് ചെയ്യൂ കേട്ടോ. അങ്ങനെ തലയും വാലും ഒക്കെ മുറിച്ച് മത്തിയെ ഓപ്പറേറ്റ് ചെയ്ത് ഇതാ മത്തിമുട്ട പുറത്തെടുത്തിട്ടുണ്ട്. എന്തേരം മത്തി ഉണ്ടെങ്കിലും ഈ മത്തിമുട്ടയ്ക്ക് വീട്ടിലടിയാണ് കേട്ടോ. മത്തിമുട്ട, പനിഞ്ഞില് അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. നിങ്ങളെന്താ പറയുക? ഇറച്ചിയായാലും മീനായാലും ഒരു പങ്ക് ഇവനുള്ളതാണ് കേട്ടോ. ഇവനാണ് ലിയോ. അങ്ങനെ മത്തിയെല്ലാം വെട്ടിക്കൂട്ടി ചട്ടിയിലാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കറി വെക്കാനുള്ളതൊന്ന്, വറുക്കാനുള്ളതൊന്ന് എന്നൊക്കെ പങ്കുവെച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. മത്തിയൊക്കെ വെട്ടി വന്നപ്പോഴും സമയം പോയതൊന്നും അറിഞ്ഞില്ല കേട്ടോ. നേരം വളരെയധികം പോയിട്ടുണ്ട്, സന്ധ്യയായിട്ടുണ്ട് കേട്ടോ. മോളേതായാലും വിളക്ക് കത്തിച്ചിട്ടുണ്ട്. മീൻ മുറിച്ചിടാൻ വൃത്തിയാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നാളത്തേക്ക് ചീഞ്ഞ മണമായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാം നല്ലപോലെ സോപ്പോ ഷാമ്പൂ ഒക്കെ ഉപയോഗിച്ച് ഇതുപോലെ നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം വൃത്തിയാക്കിയിട്ടതിന് ശേഷം നമുക്ക് പോയിട്ട് മീനിൽ മസാല പുരട്ടാം. അപ്പോൾ ഇന്ന് സ്പെഷ്യലായിട്ട് മസാലയൊന്നും പുരട്ടുന്നില്ലായേ, കാരണം മത്തിക്ക് ഭയങ്കര ടേസ്റ്റാണ് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഇത് ആ മീനിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതുപോലെ ഉപ്പും ഇട്ട് നല്ലപോലെ പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി കറിയും കൂടി ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ പരിപാടി തീരുവേ. ഉലുവയെല്ലാം കടുക് വറുത്ത് ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഞാൻ ചോപ്പറിലിട്ടാണ് കേട്ടോ അരിഞ്ഞത്. എല്ലാം കൂടെ മൂപ്പിച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ഒരു തക്കാളി ഇട്ട് ആ വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് തിളപ്പിക്കുന്നുണ്ട്. തിളച്ച് തക്കാളിയെല്ലാം നല്ലപോലെ വെന്ത് കഴിയുമ്പോൾ കുടംപുളി ഇട്ട് നമുക്ക് ആവശ്യത്തിന് ഗ്രേവിക്കുള്ള വെള്ളവും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ മീനും കൂടി ഇട്ട് തിളപ്പിച്ചാൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. കറിയിലിടാനുള്ള മീനിന് ഇവിടെ അധിക ചിലവില്ലാത്തതുകൊണ്ട് തന്നെ കുറച്ച് നടുക കീറിയിട്ട് 2-3 കഷ്ണം ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ കറിവേപ്പിലയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കറി ഇതാ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബോംബ് പോലെ പൊട്ടുന്ന ഈ മീൻമുട്ട ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് എണ്ണ ചൂടായി കഴിയുമ്പോൾ ഞാൻ നല്ലപോലെ തീ കുറച്ച് വെച്ചാണ് കേട്ടോ ഇതുപോലെ ഇട്ട് വറുത്തെടുക്കുക. ഇതെല്ലാം ഉണ്ടെങ്കിലും ബീഫും നെയ്ച്ചോറും കൂടി ഇട്ട് ഇളക്കിയതാണ് കേട്ടോ ഞങ്ങൾ ഇന്ന് വൈകുന്നേരത്തേക്ക് കഴിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.